ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നേക്കാൻ നമുക്കൊരു പൾസർ 220 ആണ് വന്നേക്കുന്നത്. കസ്റ്റമർ കൊണ്ടുവന്ന കംപ്ലൈൻറ്റ് പറഞ്ഞാൽ ഹെഡിനകത്ത് നല്ല സൗണ്ട് വരുന്നുണ്ട്. ഓൾറെഡി 10 ദിവസം മുമ്പ് ഒരു വർഷത്തിൽ കയറ്റി ടാപ്പിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് അവർ ടൈം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മാറിയിട്ടുള്ളതാണ്. 2 വട്ടത്തോളം ടാപ്പിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. സൗണ്ട് മാറില്ല പറഞ്ഞു. അപ്പോൾ നമ്മൾ അയച്ചു നോക്കിയെന്ന് പറഞ്ഞാൽ റോക്രാമിൻ്റെ ഉള്ളിൽ നീഡിൽ ബെയറിംഗ് എല്ലാം പോയിട്ടുണ്ട്. അത് മാത്രമല്ല നല്ല രീതിയിൽ ചടയായിട്ടുണ്ട് റോക്രാം അഡ്ജസ്റ്റ്. അപ്പോൾ അത് നമ്മൾ വാൽവിന് നല്ല പണി ഇട്ടിട്ടുണ്ട്. വാൽവ് നല്ല രീതിയിൽ ചടയായിട്ടുണ്ട്. അതാണ് മെയിൻ കാര്യം. നമുക്ക് ക്യാം ഷാഫ്റ്റ് റോക്രാം ഒരുപോലെ മാറണം. അതുമല്ല നമ്മൾ ടൈം ചെയ്യാൻ പുതിയ മാറിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ വീടിൻ്റെ കംപ്ലൈൻറ്റ് ഒരു കാര്യം എടുത്ത് കാണിക്കാൻ പോകണം. ഈ അവർ നേരെ പോക്കറ്റ് ചെക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഈ കസ്റ്റമറിന് നല്ലൊരു ലോസ് വന്നിട്ടുണ്ട്. കാരണം ഈ റോക്രാം മാറാൻ കിടന്ന് ഓടിയോണ്ട് തന്നെ നമുക്ക് ഈ വാൽവ് റീപ്ലേസ് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. കാരണം വാൽവിൻ്റെ ഫുള്ള് ചടയായി പോയിട്ടുണ്ട്. റോക്രാം മാറാത്തതുകൊണ്ട് കാരണം മാത്രമാണ്. ഇപ്പോൾ ടൈം ചെയ്യാനും പുതിയ ആവട്ടെ. പക്ഷേ ഈ ഒരു കാര്യം പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാതെ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വന്നേക്കുന്നത്. നമുക്ക് ഇനിയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ കസ്റ്റമറിന് നല്ലൊരു എമൗണ്ട് നഷ്ടം വന്നിട്ടുണ്ട്. നമ്മൾ മെക്കാനിക്കന്മാർ മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ കസ്റ്റമർ പറയുക, ക്ലിയർ ആക്കുക. അല്ലെങ്കിൽ അയക്കാൻ കൊടുത്തില്ല നീഡിൽ ബെയറിംഗ് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലേ അല്ല, ക്ലിയറായിട്ട് ഈ റോക്രാം മസ്റ്റായിട്ട് കൂടി ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നീഡിൽ പോകുന്നൊന്നും പേടിച്ചിരിക്കരുത്. നീഡിൽ പോയി കഴിഞ്ഞാൽ പോട്ട് പുതിയ റോക്രാം മേടിച്ച് മാറുക. വലിയ വിലയൊന്നും ഇതിനാവത്തില്ല. കൂടി കഴിഞ്ഞാൽ 300-400 രൂപയാണ് ആവത്തുള്ളൂ. പക്ഷേ അതിന് വേണ്ടി ഇപ്പം കസ്റ്റമർ നല്ലൊരു എമൗണ്ട് ലോസ് ആവുന്നുണ്ട്. ഹെഡ് അയച്ച് വാൽവ് ഉൾപ്പെടെ മാറിയേ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇത് ഇനിയും കിടന്ന് ഓടിയായിരുന്നെങ്കിൽ നമുക്ക് ഓവറായിട്ട് ഹെഡിനകത്ത് ഫുള്ള് ഡാമേജ് വന്നേനെ. അപ്പോൾ നമുക്ക് മെയിൻ ശ്രദ്ധിക്കുക. എല്ലാം സൗണ്ടായിട്ട് വരുമ്പോൾ വർഷത്തിൽ നിങ്ങൾ കൊണ്ട് കാണിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ സ്വന്തം വണ്ടി ജസ്റ്റ് അവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്ത് കംപ്ലൈൻറ്റ് ഈ റോക്രാം എന്ന് പറയുന്ന സംഭവം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കുക. അത്രയോട് പേടി അഭിമാനം പറയാം. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നേക്കാൻ നമുക്ക് ബജാജിൻ്റെ പൾസർ 220 വന്നേക്കുന്നത്. ഇതിന് കംപ്ലയിൻറ്റ് വന്ന കസ്റ്റമർ പറഞ്ഞാൽ ഹെഡിന് നല്ല നോയ്സ് ഉണ്ടായിരുന്നു. അത് നല്ല രീതി ഒരു പുള്ളിങ് കുറവും പറഞ്ഞായിരുന്നു കസ്റ്റമർ. അപ്പം ഓൾറെഡി കസ്റ്റമർ ഇതിൻ്റെ ടൈമിംഗ് ചെയിനൊക്കെ മാറിയിട്ടുള്ളതാണ്. ഇതിൻ്റെ റോക്രാം എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ്. വാൽവ് എത്ര അഡ്ജസ്റ്റ് ചെയ്തിട്ടും വാൽവ് സൗണ്ട് മാറുന്നില്ല. 10 ദിവസം ഓടുമ്പോൾ അല്ലെങ്കിൽ ക്ലിയർ പിന്നെ സൗണ്ട് ആവുകയാണ്. പിന്നെ അതിന് ഒരു വണ്ടിക്ക് ഓവർ ഹീറ്റിംഗ് കംപ്ലയിൻറ്റും കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഹെഡ് ഇളക്കി നോക്കി, പിസ്റ്റനോട് സ്ക്രാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ റോക്രാമിൻ്റെ നീഡിൽ ബെയറിംഗ് എല്ലാം പോയായിരുന്നു. റോക്രാം മാറി, അതിന് ക്യാം ഷാഫ്റ്റും കൂട്ടത്തിൽ മാറിയിട്ടുണ്ട് നമ്മൾ. പിന്നെ അതില്ലാതെ പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഈ ക്ലച്ച് അഴിക്കുന്ന സമയത്ത് നമ്മൾ നിസ്സാര കാര്യമാണ് അതിൻ്റെ ഒരു ഓയിൽ പമ്പ്. അതായത് ഇതാണ് ഓയിൽ പമ്പ്. ഓയിൽ പമ്പിനകത്ത് തന്നെ ഫിൽറ്റർ വരുന്നുണ്ട്. ഈ ഫിൽറ്റർ ഫുള്ള് ബ്ലോക്ക് ആവുന്നുണ്ട്. ഈ ഫിൽറ്റർ ഫുൾ ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ ഓയിൽ സർക്കുലേഷൻ കറക്റ്റ് ആയിരിക്കത്തില്ല. നമ്മളെ പിസ്റ്റണിലോട്ടായാലും ഹെഡിലോട്ടായാലും ഒന്നും കറക്റ്റ് ഓയിൽ സർക്കുലേഷൻ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എളുപ്പം ഈ റോക്രാമായാലും ക്യാം ഷാഫ്റ്റായാലും കംപ്ലയിൻ്റ് ആവും. അതിനൊക്കെ നല്ല ഓവർ ഹീറ്റിംഗ് കംപ്ലയിൻറ്റും വരും. അപ്പം മസ്റ്റായിട്ട് നമ്മൾ ഈ ഓയിൽ പമ്പ് ഒന്നി അയച്ച് മാറുക. അല്ലെങ്കിൽ ഇത് അയച്ച് നിസ്സാരമായിട്ട് ഇത് ക്ലീൻ ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട്. അപ്പോൾ ഈ നിസ്സാര കാര്യങ്ങൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായും പറ്റും. ഏകദേശം നമുക്ക് വണ്ടി ആണെങ്കിൽ ഇപ്പം വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ലല്ലോ. 20,000 കിലോമീറ്ററൊക്കെ ആകുമ്പോഴത്തേക്ക് ക്ലച്ച് ഇളക്കിയിട്ട് ഇതിൻ്റെ ഈ ഓയിൽ പമ്പ് അയച്ച് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഏറ്റവും ബെറ്റർ 10,000 ചെയ്താൽ എത്രയും നല്ലതാണ്. ഓരോ 10,000 ക്ലച്ച് ഇളക്കിയിട്ട് ഇതിൻ്റെ ഒരു ഓയിൽ പമ്പ് ഒന്ന് ക്ലീൻ ചെയ്തിടുവോ അല്ലെങ്കിലും ചേഞ്ച് ചെയ്യാവോ, എത്ര നല്ലതാണ്. നമുക്ക് വണ്ടിക്ക് ഏറ്റവും ഹീറ്റിംഗ് ഇഷ്യൂ കുറയും, മൈലേജ് കിട്ടും, വണ്ടിയുടെ ആ ഒരു തേയ്മാനം കുറഞ്ഞിരിക്കും. അതാണ് മെയിൻ. കാരണം ഓയിൽ സർക്കുലേഷൻ പക്കയായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വീഡിയോ. മറക്കാതെ നിങ്ങൾ 220 പൾസർ 180 150 ഏതുള്ളതാണെന്നും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ഓയിൽ പമ്പ് ഒന്ന് മസ്റ്റായിട്ട് ഇത് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ, ഇതിനെപ്പറ്റി അറിയത്തില്ലെങ്കിൽ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. വണ്ടിയുടെ മാക്സിമം കംപ്ലയിൻറ്റിൽ കുറഞ്ഞിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു പുതിയ വീഡിയോ കാണാം. ബൈ.